നമസ്കാരം, ന്യൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്ക് ധർമ്മസ്ഥലയിലേക്ക് കയറുന്നതിന് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അപ്ഡേറ്റ് എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്? ലേറ്റസ്റ്റ് അപ്ഡേറ്റ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കില്ല എന്നാണ് ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം മാറ്റിയത് പ്രാഥമിക നടപടി മാത്രമാണ്, ഇതിലും കൂടുതൽ കർശന നടപടി വരുമെന്ന സൂചനയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഷാഫി പ്രതിരോധിക്കാനും എത്തിയിട്ടുണ്ട്. അതേസമയം ഞാൻ ഇയാൾ രാജിവെക്കുന്നതിനോട് എതിർപ്പാണ്. രാജിവെക്കാൻ ഉള്ള തീരുമാനം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തുള്ളൂ. അതിനകത്തൊരു ധാർമ്മികത ഇവർക്ക് മാത്രം ധാർമ്മികത ബാധമുള്ളൂ, വേറെ ആർക്കും ധാർമ്മികത. ഒരു ഘട്ടം പോയിട്ട് CPM-ലുണ്ട്. യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ കേസ് വരുന്നില്ലേ, എതിരായക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? പേരക്കുട്ടിക്ക് മാത്രമേ ശരിയായിട്ടുള്ളൂ. ഈ മറ്റേ എന്തോ ഒരു സ്പോർട്സുകാരി ഒളിമ്പ്യന്മാരെല്ലാം കൂടെ ബഹളം വെച്ച ഒരാളുണ്ട്, ബ്രിജ്ഭൂഷൺ. അപ്പം അവരവിടെ ഉണ്ട്. ഇവിടെ ഞാൻ നോക്കൂ, ഇവിടെ നമ്മളെ 2 മന്ത്രിമാരുണ്ട്, പല MLA-മാരുണ്ട്, ഇനി കോൺഗ്രസിലില്ലേ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഞാൻ ഇന്നൊരു മുതിർന്ന നേതാവായിട്ട് സംസാരിച്ചു. ആ മുതിർന്ന നേതാവ് എന്നോട് പറഞ്ഞ ഷാജാ 1-2 കേസാണ് സഹിക്കും, ഒരുപാട് കേസുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ യാതൊരു ലോജിക്കും ഇല്ലാത്ത വളരെ മിടുക്കനാണ്, പ്രഗത്ഭനാണ്, സംസാരിക്കാൻ അറിയാം, വിഷയങ്ങൾ അറിയാം. പക്ഷെ ഇവൻ അടിസ്ഥാനപരമായ രാഷ്ട്രീയക്കാരനോട് യോഗ്യതയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ MLA സ്ഥാനം രാജിവെക്കരുത്, പകരം കോൺഗ്രസ് ചെയ്യേണ്ടത് അടുത്ത തവണ സീറ്റ് നിഷേധിച്ചേക്കാം. 8 മാസം 7 മാസമുള്ളൂ. അടുത്ത തവണ സീറ്റ് നിഷേധിച്ച പ്രശ്നം തീർന്നില്ലേ? ഇപ്പൊ കൊണ്ട് രാജിവെച്ച് ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും 6 മാസം കണക്കാക്കി ഇലക്ഷൻ വെക്കണം, ഇരട്ടി മെനക്കേടാവും. അതേസമയം അടുത്ത തവണ അവന് സീറ്റ് നിഷേധിക്കുവാണെങ്കിൽ അവിടെ ഇത് ചർച്ചയാവുമ്പോഴും പറയണം, ഞങ്ങൾ സീറ്റ് നിഷേധിച്ചു, നിങ്ങളുടെ ആൾക്കാരല്ല ഇതേണ്ട മത്സരിക്കുന്നു പറയാം. അത്രേ ഉള്ളൂ. മാത്രമല്ല PK ശശിക്ക് സീറ്റ് നിഷേധിച്ചല്ലോ CPM കഴിഞ്ഞ തവണ. അതേ മാത്രമേ ഞങ്ങളെ നോക്കും, ഞങ്ങൾ അങ്ങനെ ചെയ്തു, അത്രേ ഉള്ളൂ. ആരും രാജിച്ചിട്ടില്ലല്ലോ MLA സ്ഥാനം. അല്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. PK ശശിക്ക് സീറ്റ് നിഷേധിച്ചിട്ടും ശശിയെ ഞാൻ മെനിയാ മസ്കരോട് രാത്രി ഒരാളെ കാണാൻ പോയിരുന്നു. അപ്പോൾ കാറോട് കിടക്കുന്നുണ്ട് ചെയർമാൻ. ആലോചിക്കുക, പാർട്ടി നേരെ പുറത്താക്കി ഏകദേശം സ്ഥലത്താക്കിയ അവസ്ഥയിലാണ്. എന്നിട്ടും അയാൾ പദവി രാജിവെക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് കോൺഗ്രസ് കാട്ടിക്കൂട്ടുന്ന. പക്ഷെ എനിക്ക് ഇതിനകത്ത് പിന്നിലൊരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ടല്ല, രാഹുലിൻ്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചയുണ്ട്. എന്തുകൊണ്ട് ഈ സംഭവം ഈ നിലമ്പൂർ ഇപ്പം ഇയാൾക്ക് പണ്ട് മുതലേ ഈ പെണ്ണ് വിഷയം ഉണ്ടെന്നാണല്ലോ. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എന്തുകൊണ്ട് ചർച്ചയായില്ല? ഇയാൾ ഇന്നും നില തുടങ്ങിയതല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത് ഭയങ്കരമായ ചർച്ചയായ സംഭവം ആയില്ല. ഒന്ന്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇതിപ്പോൾ വിഷയമായി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന. ഞാൻ മനക്കുന്നത് CPM-കാരല്ല ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കോൺഗ്രസ്സുകാർ. അത് എപ്പോഴും അങ്ങനെയുള്ള കെ കരുണാകരനെതിരെയാണെങ്കിലും ഉമ്മൻചാണ്ടിക്കെതിരെയാണെങ്കിലും പിരിജാപ്പയ്ക്കെതിരാണെങ്കിലും എല്ലാവർക്കും എതിരെ ഈ പ്രശ്നം കൊണ്ട് എത്തുന്ന സ്വന്തം പാർട്ടിക്കാർ. ഞാനിതിലൊരു സമാനതയും കൂടെ കാണുന്നു, അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സോളാർ കേസ് നോക്കുക. ഒരുപാട് വാർത്തകൾ മറുനാടനിലും കൈരളിയിലും വന്നുകൊണ്ടിരിക്കുന്നു. അന്ന് അതിൻ്റെ തുടക്കം അങ്ങനെയാണ്. അങ്ങനെ ധാരാളം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ കാലയളവിൽ ആദ്യമായി പരാതി വരുന്നത് മല്ലേരി ശ്രീധരനാരുടെ, അതായത് പൊളിറ്റിക്കൽ കണക്ഷൻ പത്തനംതിട്ട. ഈ മല്ലേരി ശ്രീധരനാരുടെ മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബിജു രാധാകൃഷ്ണൻ അല്ലെങ്കിൽ സ്വപ്ന സരിത എന്നൊക്കെ പറഞ്ഞുള്ള പരാതികളുണ്ടെങ്കിലും ഒരു പൊളിറ്റിക്കൽ മുഖം വരുന്നത് മല്ലേരി ശ്രീധരനാരുടെ പരാതിയിൽ. അതിൻ്റെ അകത്ത് സരിതയോടൊപ്പം ഉമ്മൻചാണ്ടി പോയി കണ്ടു എന്ന് മല്ലേരി ശ്രീധരൻ നായർ മൊഴി കൊടുത്തു. ഇതായിരുന്നു ആ ഒരു, അതാണ് സ്റ്റേജിലിരിക്കുമ്പോൾ പോയി എന്തോ ഒരു കണ്ടതില്ല. അപ്പം ഇതാണ് ഉമ്മൻചാണ്ടിയെ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയത്. ഈ മല്ലേരി ശ്രീധരൻ നായർ ആരാണെന്ന് പരിശോധിക്കണം. ഒന്ന്, ഇദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. 2, ഇദ്ദേഹം ഹരിപ്പാട് മുൻ MLA ആയിരുന്ന ബാബു പ്രസാദിന്റെ അമ്മാവനാണ്. സ്വന്തം അമ്മ എനിക്കത് ഭാര്യയുടെ കുടുംബക്കാരനാണ്. ഈ മല്ലേരി ശ്രീധരൻ നായരും ഇങ്ങനൊരു പരാതി കൊടുക്കണമെങ്കിൽ അത് ബാബു പ്രസാദിന്റെ കസിൻ കൊടുക്കണമെങ്കിൽ ആരായിരിക്കും അതിന്റെ പിന്നിൽ? ഞാൻ ഒരു ഹരിപ്പാട് മുൻ MLA-യുടെ ബന്ധു ഉമ്മൻചാണ്ടിക്കെതിരെ കേസ് കൊടുക്കണമെങ്കിൽ സുകുമാരനാഥ് താക്കോൽ ദാനം കൊണ്ട് താക്കോൽ സ്ഥാനം കൂടി ആലോചിക്കണം. ഇനി ആ എപ്പിസോഡ് കഴിയുന്നു, പുതിയ എപ്പിസോഡ്. VD സതീശനാണ് പേട്രൺ, അല്ലെങ്കിൽ ഈ ഷാഫിയുടെയും ഗോഡ്ഫാദർ, ഷാഫിയുടെയും രാഹുലിൻ്റെയും ഗോഡ്ഫാദർ. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ ഇടിച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പോടുകൂടി ഗ്രാഫ് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം രൂപപ്പെട്ടു വരണമെങ്കിൽ
ഇതിൻ്റെ പിന്നിൽ ഈ മല്ലേലി ശ്രീധരൻ നായർ വഴി ഓപ്പറേറ്റ് ചെയ്ത ചിലതൊക്കെ ഇവിടെ സംശയിക്കേണ്ടതില്ലേ? സ്വാഭാവികം, ആരും സംശയിക്കും. പ്രത്യേകിച്ച് ചിലരുടെ ദുരൂഹമായ തിരോധാനവും ഒക്കെ ഇതുമായിട്ട് കൂട്ടിച്ചേർന്ന് നോക്കുമ്പോൾ ഞാൻ ഈ കോൺഗ്രസിലെ ചീഞ്ഞ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു 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 പക്ഷെ അത് സതീശൻ നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. സതീശൻ അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഇത് തുടക്കം മാത്രമാണ്, മറ്റേ അടുത്ത നടപടി ഉണ്ടാവുമെന്ന് പറയുന്നത്. ഒരു പക്ഷേങ്കിൽ ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് പ്രതിരോധിക്കാനുള്ളതിനേക്കാൾ കഴിവ് സതീശനുണ്ട്. അതുകൊണ്ട് KPC പ്രസിഡന്റ് ഒന്നും പറയുന്നതുമില്ല. KPC പ്രസിഡന്റ്. അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. ഒരു വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്ന് എനിക്ക് ന്യായമായ എല്ലായ്പ്പോഴും കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്നുള്ള ആൾ തന്നെയാണ് ചെയ്യുന്നത്. CPM ഒരു പ്രശ്നമില്ല, അവരുടെ രീതിയിൽ പോയിക്കാണ്. CPM പെണ്ണുപിടി ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പം ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് രാഹുലിൻ്റെ കേസ് പോലെ അല്ല മുകേഷിന്റെയും ശശീന്ദ്രൻ്റെയും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ കേസിൽ യഥാർത്ഥത്തിൽ വിക്ടിമുണ്ട്, പ്രതിയുണ്ട്, റേപ്പ് ആരോപണം, ഇതൊന്നും കേസില്ലല്ലോ. അതാ അവർ പറഞ്ഞു. അതായത് തീവ്രത കുറവാണ്. അപ്പൊ തീവ്രത ഇളക്കുന്ന യന്ത്രമുണ്ട്. ആ യന്ത്രം അനുസരിച്ച് ഇവരുടെ കേസാകുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളതാണ് വളരെ ബഹുതമാശ. എന്തായാലും നമ്മൾ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും എനിക്ക് അതിനകത്ത് അത്ഭുതം തോന്നിയ മറ്റൊരു സംഗതി, ഈ യൂത്ത് കോൺഗ്രസിന്റെ അടുത്ത പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് നിരവധി പേരുടെ പേര് പറയും. അതെന്തിനാണ് നിരവധി പേരുടെ പേര് പറയുന്നത്? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ടാമതെത്തിയത് അബിൻ വർക്കിയാണ്. അങ്ങനെയാണല്ലോ കോൺഗ്രസ് രീതി. അങ്ങനെയാണല്ലോ വൈസ് പ്രസിഡന്റ് ചുമതലയെങ്കിലും കൊടുക്കണ്ടേ സാധാരണ. അങ്ങനെയാണ് ആ വൈസ് പ്രസിഡന്റ് അല്ലേ പ്രസിഡന്റ് ആവണമല്ലോ. രണ്ടാമത് ഏറ്റവും വോട്ട് കിട്ടിയ ആളുടെ വൈസ് പ്രസിഡന്റ് ആവുന്നത് പ്രസിഡന്റ് അഭാവത്തിൽ അയാൾ അടുത്ത പ്രസിഡന്റ്. മാത്രമല്ല അയാളുടെ വോട്ട് എത്രയാണ്? മറ്റേ പുള്ളി ഇവർ 2,20,000 വോട്ട് പിടിച്ചപ്പോൾ രാഹുല് 1,68,000 വോട്ട് പിടിച്ചു. അബിന് മൂന്നാം സ്ഥാനത്ത് മറ്റേ അരിത 35,000 വോട്ടേ ഉള്ളൂ. പിന്നെ ഉണ്ട് 10 സ്ഥാനാർത്ഥികൾ, വേറെ 13 സ്ഥാനാർത്ഥികളുണ്ട്. എന്നിട്ട് ഇപ്പോൾ അബിനെ പരിഗണിക്കാതിരിക്കുന്നത് മര്യാദകളാണ്. മാത്രമല്ല ചാനലുകളിലൊക്കെ തന്നെ വളരെ സംഘടിതമായി ഈ വാർത്ത വരുന്നുണ്ട്. ഇത് സമുദായ പ്രായത്തിൽ നോക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരുന്നത്. അല്ല, അവർ പറയുന്ന സമുദായം എന്താണെന്ന് വെച്ചാൽ KPC പ്രസിഡന്റ് ക്രിസ്ത്യാനി, പിന്നെ KSU പ്രസിഡന്റ് ക്രിസ്ത്യാനി. അപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ക്രിസ്ത്യാനി ആവണമെന്ന് ചോദ്യമാണ്. ഇവർ ക്രിസ്ത്യാനിയെ തപ്പിപ്പിടിച്ച് KPC പ്രസിഡന്റ് ആക്കിയതാണ്. ബാക്കിയെല്ലാം നായന്മാരാണെന്നും പറഞ്ഞ് ക്രിസ്ത്യാനിയെ തപ്പിപ്പിടിച്ച് ആ പാവപ്പെട്ടവനെ ആ പേരാവൂര് നാട്ടുകാരുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരൻ അയാളെ പിടിച്ച് KPC പ്രസിഡന്റ് ആക്കി. ആലോചിച്ച് നോക്കി. ഒരാവശ്യമില്ലാതെ സുധാകരനെ മാറ്റിയിട്ട് അയാളെ ആക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞു. എന്തായാലും നമ്മൾ ആ വിഷയത്തിൻ്റെ വിശദാംശങ്ങൾക്ക് ഇനി പോകണ്ട. നമുക്ക് ധർമ്മസ്ഥലിയാണ് പ്രധാനപ്പെട്ട വിഷയം. സത്യത്തിൽ വലിയൊരു തെറ്റിദ്ധാരണ മാറി എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ചാനലുകളിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ജനം TV ചർച്ച ചെയ്യുന്നു, പലപ്പോഴും ഇത് കാണുമായിരുന്നത്. ഇതൊരു വലിയ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ആ സ്ത്രീ സുജാത ഭട്ട് എന്ന് പറയുകയാണ്. ഇത് ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് തുറന്ന് സമ്മതിക്കുമ്പോൾ അല്ല, എന്താണ് ഈ ധർമ്മസ്ഥല നിങ്ങൾ മനസ്സിലാക്കിയത്? എന്താണ് ധർമ്മസ്ഥല ഇഷ്യൂ? എന്താണ് യഥാർത്ഥ ഇഷ്യൂ ആയിട്ട് മനസ്സിലാക്കി? ധർമ്മസ്ഥലയിൽ അവിടെ നിരവധി പേര് ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് അവിടുത്തെ ശുചീകരണ തൊഴിലാളിയാണ് പറഞ്ഞത്. ഞാനാണ് ഇവരെല്ലാം കൊണ്ട് അടക്കിയത്, ഇവരെ പഴയ സംസ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ 13 സ്ഥലങ്ങളിലായിട്ടാണ് ഇവരെല്ലാം അടക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അയാൾ ആദ്യം രംഗത്തെത്തുന്നു. അയാൾ പറഞ്ഞു ഞാൻ എല്ലായിടത്തും പറഞ്ഞു നോക്കി ആരും കേട്ടില്ല, ഞാൻ അതാ നിയമത്തിന് മുന്നിൽ നിൽക്കുകയാണ് കുറ്റവാളിയെന്ന് പറഞ്ഞ് അയാൾ വലിയ അഭിനയം നടത്തി വരുന്നു. അത് കഴിയുമ്പോൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു. അതെവിടെ? കേരളത്തിൽ കോഴിക്കോട്ട്. നമ്മുടെ പഴയ ഷിരൂരിലെ ലോറിയിൽപ്പെട്ട മനാഫാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ. ചാനൽ ചർച്ചകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വന്നതും മനാഫാണ്. ഞാൻ ഈ മാസം ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് ഒന്ന് ഞാൻ UK പോയിട്ട് തിരിച്ചു വന്നു. ജൂലൈ ഓഗസ്റ്റിലേക്ക് പ്രത്യേകത UK പോകേണ്ടി വന്നു. UK തിരിച്ചു വന്നപ്പോൾ അവിടെ അവാർഡ് നൈറ്റും പരിപാടിയൊക്കെ ഉണ്ട്. UK തിരിച്ചു പിള്ളേരെല്ലാം എന്നോട് വന്നു. കുടുംബത്തിൽ പിള്ളേരുണ്ടായിരുന്നു. ആ പിള്ളേരുമായിട്ടുള്ള യാത്ര, അതിൻ്റെ ഇടയ്ക്ക് ഇളയ മകൻ്റെ ഒരു ആരോഗ്യ പ്രശ്നം ഇത്യാദി തിരക്കുകളായ കാരണം ഞാൻ ഈ ഒരു മാസത്തിലധികമായിട്ട് ഈ നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ച് ചെയ്യേണ്ട വാർത്തകൾ മാറ്റിവെക്കും. നമ്മുടെ റൊട്ടീൻ വർക്ക് രാവിലെ 4 മണിക്ക് എഴുതിയിട്ട് റൊട്ടീൻ വർക്കുകൾ ചെയ്യുന്നു. അതാത് ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ 2 ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ 1-2 വിശദാംശങ്ങളോ ശേഖരിച്ച് കൊടുക്കുന്ന വിഷയങ്ങളെ അഭിപ്രായം പറയുന്നതല്ലാതെ ഒരു റിസർച്ച് ചെയ്യേണ്ട വാർത്തകൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് വാർത്തകൾ മാറ്റി വെച്ചിരിക്കുക. ആ കൂട്ടത്തിൽ ഒരു കാര്യം പ്രേക്ഷകരോട് പറയട്ടെ. ഇന്ന് മറുനാടൻ സ്പെഷ്യലിൽ ഞാൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതിനു മുമ്പ് മറുനാടൻ സ്പെഷ്യൽ ഞാൻ വന്നിട്ടില്ല. മറുനാടൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞ പുതിയ പേജ് ഞങ്ങൾ തുടങ്ങിയിരുന്നു. അതിൽ ഞാനില്ല, ഇതുവരെ ഞാൻ അതിൽ വന്നിട്ടില്ല. ഇന്ന് ഞാനൊരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മറുനാടൻ ഷാജൻ കോളിംഗ് എന്നാണ്. കോളിംഗ് എന്ന് വെച്ചാൽ ജനങ്ങൾ ആരെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് അവതരിപ്പിച്ചാൽ അവരുടെ ഭാഗം കേൾക്കുക, മറുഭാഗം കേൾക്കുക, ഇത് രണ്ടും റെക്കോർഡ് ചെയ്യുക, ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അതിങ്ങനെ എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടാകാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് തന്നെ ഒരു ആലുവയിൽ നിന്നൊരു പയ്യൻ വിളിച്ചു, ഒരു പേര് ഞാൻ മറന്നുപോയി, പെട്ടെന്ന് ഒരു അവൻ്റെ പേര് മനാഫ് പോലെ പേരാണ്, സമീദ് എന്ന് പറഞ്ഞ പയ്യൻ വിളിച്ചു. അപ്പോൾ അവൻ്റെ പരാതി അവിടുത്തെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവിനെ കുറിച്ചുള്ള ഉബൈദുള്ള എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിനെ കുറിച്ചാണ്. അയാൾ വട്ടിപ്പലിശക്കാരനാണ്. അപ്പം ഈ ഉബൈദുള്ളയോടെ ഇയാൾ പണം കടം മേടിച്ചതും പിന്നീട് അനുഭവിച്ചതും ബുദ്ധിമുട്ട് മുഴുവൻ ഇയാൾ വിശദീകരിച്ചു. ഞാൻ ഉബൈദുള്ളയെ വിളിച്ചു, ഞാൻ പോലീസിനെ വിളിച്ചു, ഞാൻ വീണ്ടും ഉപദേളയും സമീതനെയും വിളിച്ചിട്ട് ഞാനതിൽ ആ റെക്കോർഡിംഗ് എല്ലാം കൂടി ഇത് ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ സ്പെഷ്യൽ പോയി കാണണമെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഒരുപാട് കാലത്തിന് ശേഷമാണ്. അപ്പം ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ ചെയ്യേണ്ട കുറേ വാർത്തകൾ കുറിച്ച് വെച്ചിട്ടുണ്ട്, കുറേ വാർത്തകളുണ്ട്. അതിലൊന്നാണ് ധർമ്മസ്ഥല. ഞാനിങ്ങനെ എല്ലാ ദിവസവും അടിയന്തരമായി ചെയ്യേണ്ടത് എഴുതി വെച്ചിരിക്കുന്ന ധർമ്മസ്ഥല. പക്ഷെ ഒരിക്കൽ പോലും ധർമ്മസ്ഥലയെ നോക്കാൻ നേരം കിട്ടുക, കാരണം ഇത് എന്നെ അത് പിടികിട്ടിട്ടില്ല. ഇന്ന് രാവിലെ വിചിത്രമായ ഒരു മനുഷ്യൻ ഇവിടെ വിളിച്ചിരുന്നു. അയാൾ പിന്നെ കാസർഗോഡുകാരനാണ്. അയാൾ പറയുന്നുണ്ട് നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യണം, നിങ്ങളെ പ്ലാറ്റ്ഫോമുകളിൽ ഈ വിഷയം ചർച്ച ചെയ്യണം. ഇപ്പോൾ ഇത് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ കള്ളപ്രചരണമാണ്. ഞാൻ ആരുടെ വക്താവ് അങ്ങനെയൊന്നുമല്ല, പക്ഷേ ഞാൻ ആ നാട്ടിൽ ഒരുപാട് ജീവിച്ചതിൻ്റെ ആളാണ്. നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കണമെന്ന് അയാൾ ഇന്ന് പറഞ്ഞു. ആ മനുഷ്യൻ്റെ പേര് ഓർക്കുന്നുണ്ടെങ്കിൽ പേര് പറയാനൊന്നും പറഞ്ഞില്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായിട്ട് ഇന്ന് തന്നെ ചർച്ച ചെയ്തു. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇന്ന് വലിയ കാര്യമായ വാർത്തയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് ആദ്യമായി ഈ വിഷയം എന്താണെന്ന് പഠിച്ചു. ഇന്നാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇത്രയും ഗുരുതരമായ ആരോപണമാണെന്ന്. വലിയ ആരോപണമായിരുന്നു. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതിനു മുമ്പ് പലതവണ എൻ്റെ വാർത്തകളുടെ കമൻറ്റുകളുടെ ഇടയിൽ വന്ന ആളുകൾ നീ എന്താടാ സംഖ്യ ആയതുകൊണ്ടാണ് മിണ്ടാത്തതെന്ന്. യഥാർത്ഥത്തിൽ ഞാൻ ഇതിന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത് അവിടുത്തെ സംഘപരിവാറിൻ്റെ നേതാവായ, അതാണ് ഏറ്റവും തമാശ. ഇവിടെ കുഴപ്പമുണ്ടാക്കിയ ആളാരെന്നറിയോ? അയാൾ അവിടുത്തെ BJPയുടെയും RSSൻ്റെയൊക്കെ ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ്. ഈ ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാക്കി അതിന് ചെയർമാനായ ഒരു ആളുടെ പേരെന്താണ്, ഒരു മഹേഷ് ഒരു വാടയുണ്ട്. ഈ മഹേഷാണ് അവിടുത്തെ ഈ കുഴപ്പക്കാരൻ. അതായത് സംഘപരിവാറിൻ്റെ അവിടുത്തെ പ്രതിനിധിയായ മഹേഷാണ് ഒന്ന്. രണ്ട്, ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ക്ഷേത്രം ട്രസ്റ്റ് നടത്തിപ്പ് ജൈനമതക്കാരനാണ്. ആ നഗരത്തിൻ്റെ പ്രത്യേകതയാണത്. ആ ജൈനമതക്കാരനാണ്. അല്ല ഞാൻ പറഞ്ഞേ, അവിടെ ബാഹുബലിയുടെ പ്രതിമയുണ്ട്. അതായത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കേട്ടത് മാതിരിയേ അല്ല. ആ അടിസ്ഥാനപരമായി തന്നെ ഇവിടുത്തെ പരാതിക്കാരനും കുഴപ്പക്കാരനും ഒക്കെ ഈ പരാതി ഉണ്ടാക്കിയതും ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയതും അതിൻ്റെ തലവേനും ഒക്കെ സംഘപരിവാർ. അവിടെയാണ് ഇതുപോലും മനസ്സിലാക്കാതാണ് വിഷയം മനസ്സിലാക്കിയത്. എന്നിട്ട് ആരോപണം എന്താന്ന്? ആരോപണം എന്ന് പറയുന്നത് ഞാൻ വിശദമായി പഠിച്ചു. ഈ ചിന്നയ്യ എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളി, ഇയാൾ 2004 മുതൽ 2014 വരെ ഇവിടുത്തെ ശുചീകരണ തൊഴിലാളിയായിരുന്നു. അയാളൊരു ദിവസം ഒരു വെളിപാട് പോലെ പറയുന്നു, 100-ലധികം സ്ത്രീകളെയും കുട്ടികളെയും അവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. അപ്പം എന്തിനു കൊല്ലുന്നു? ഈ പറയുന്ന ട്രസ്റ്റ് വീരേന്ദ്ര ഹെഗ്ഡെ നേതൃത്വം കൊടുക്കുന്ന ഈ ട്രസ്റ്റ് ഈ സ്ത്രീകളെയും കുട്ടികളെയും, അവിടേക്ക് വരുന്ന ഭക്തരായി വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും ദുരുപയോഗിക്കുന്നു, അവരെ ബലാത്സംഗം ചെയ്യുന്നു, എന്നിട്ട് അവരെ കുഴിച്ചു മൂടുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഈ എന്താണ് ഇത് എന്നത്തെ വരെ ഇയാൾക്ക് അറിയാവുന്നത്? 2014 വരെ. ഇപ്പം 2025. ഈ 11 വർഷമായിട്ടും ഈ കൊല്ലപ്പെട്ട ഈ 100-ലധികം കുട്ടികൾക്കും സ്ത്രീകളെ കുറിച്ച് ഒരു പരാതിയും അന്വേഷണം ഇല്ല എന്ന് പറയുന്നത് വിചിത്രമാണ്, അല്ലേ? പിന്നല്ല, അത് തന്നെ വിചിത്രമാണ്. ഈ മനാഫ് കഴിഞ്ഞ ദിവസം ജനം ടി.വിയിൽ ചർച്ചയിൽ പറഞ്ഞ അതിനേക്കാൾ വിചിത്രകാരൻ. അയാൾ എണ്ണം തന്നെ പറയുന്നുണ്ട്. ഇത്ര 439 അങ്ങനെ എന്തോ ഒരു എണ്ണം പറയുന്നുണ്ട് പുള്ളി. അത്രയും പേര് ഇവിടെ കാണാം. ഒരു ധർമ്മസ്ഥലം എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഏരിയ മാത്രമാണ്. അവിടെ നിന്ന് ഇത്രയും പേര് ഒരുമിച്ചാണ് കൊന്നു തള്ളിക്കുന്നതെന്ന് അയാൾ പറയുന്നത്. ആരുമില്ല ചോദിക്കാനും, ആരുമില്ല പറയാനുമില്ല. എന്നിട്ട് ഇയാൾ പറയുന്നു, ഭയങ്കര ഒരു മലയാളി പെൺകുട്ടി ഉണ്ടെന്ന് തോന്നുന്നു, 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അടിവസ്ത്രമില്ലാതിരുന്നു, സ്കൂൾ യൂണിഫോമിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ പിന്നീട് അയാൾക്ക് മനസ്സിലായി, മെഡിക്കൽ പരിശോധനയൊന്നുമല്ല, അല്ലാതെ അയാൾക്ക് മനസ്സിലായി റേപ്പിനിരയായെന്ന്. മറ്റൊരു പെൺകുട്ടിയുടെ മുഖം പൊള്ളലേറ്റ് വികൃതമായിരുന്നു. അങ്ങനെ നിരവധി പേരുണ്ട്, മലയാളികളുണ്ട്, അവരുണ്ടെന്ന് ഇവർ വരുന്നു. മാത്രം ചില ചാനലുകൾ ഇതിന് ഫോളോ അപ്പ് സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട്ടുള്ള ഒരു പണ്ട് നഴ്സിംഗിന് പഠിക്കാൻ അങ്ങനെ കർണാടക പോയ ഒരു പെൺകുട്ടി ഇതുപോലെ കാണാതായെന്ന്, ഇവിടെ പെട്ടിരിക്കാമെന്നും പറഞ്ഞ് വാർത്ത വന്നിരുന്നു. ഇവളെ കുറിച്ച് SDPI കരുതിയിരുന്നു, ഞങ്ങളുടെ നാട്ടുകാരി ജസ്ന. SDPI ജസ്നയുടെ തിരോധാനം അന്വേഷിക്കണമെന്ന് പറഞ്ഞ്. അപ്പം അവരിങ്ങനെ കാത്തിരിക്കുവാണ് ജസ്നയെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് കൊളുത്താൻ വേണ്ടി. അപ്പം ഞാൻ ഈ വിഷയം, അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നു നിങ്ങൾ എന്താ കൊടുക്കാത്തത്? അപ്പോൾ അവരോടൊക്കെ ഞാൻ നിങ്ങൾ നമ്മുടെ പത്രം വായിക്കാത്തതുകൊണ്ട്, കാരണം നമ്മളും മറ്റു പത്രങ്ങൾ വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്, വാർത്ത കൊടുക്കുന്നുണ്ട്. അപ്പോൾ
ഈ ധർമ്മസ്ഥലയിലെ ഈ സംഭവത്തിൻ്റെ ഈ ആരോപണം ഉണ്ടാവുന്നു. ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ SIT. അവിടെയല്ല, അതിന് മുമ്പ് വേറെ സംഭവം ഉണ്ടായി. ഈ ആരോപണത്തെ ശരിവെച്ചുകൊണ്ട് ഒരു സുജാത ഭട്ട് രംഗത്ത് വരുന്നു. മലയാളി എന്ന് തോന്നുന്നു. മലയാളിയല്ല, അല്ല. ആ നാട്ടുകാർ തന്നെയാണ്. ആ നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞിരുന്നത്, അവർ അവകാശപ്പെട്ടിരുന്നത്, ഞാൻ CBI കൽക്കട്ട ഓഫീസിലെ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു. എൻ്റെ മകൾ 17 വയസ്സുള്ളപ്പോൾ ഇതുപോലെ അവിടെ മാംഗ്ലൂരിൽ മണിപ്പാലിലെ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വന്നതാണ്. അവൾ ഇതുപോലെ കാണാതെ ഇവിടെ പോയിട്ടെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. അനന്യ ഭട്ട് പേരുണ്ട്. അനന്യ ഭട്ട് ഇന്നിപ്പോൾ എല്ലാം ഏറ്റവും പറഞ്ഞിരിക്കുകയാണ്, എല്ലാം വെറുതെ ആയിരുന്നു. എനിക്ക് അങ്ങനെ ഒരു മകളേ ഇല്ലെന്ന് പറയുന്നു. ആലോചിക്കുക, ഈ വിഷയത്തിൽ ചൂട് പിടിപ്പിച്ച ഈ ആരോപണം ശരിയാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞ ഈ സുജാത ഭട്ട് പറയുകയാണ് ഇപ്പോൾ, എനിക്കങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിച്ചു പറയുകയാണ്, എനിക്ക് അനന്യ ഭട്ട് എന്ന് പറഞ്ഞ മകളേ ഇല്ല, അങ്ങോട്ട് വിഷയമില്ല. 2 മലയാളി യൂട്യൂബർമാർ എന്നെ കൊണ്ട് പറയിപ്പിച്ചാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു. അല്ല, എന്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ്. എന്താണ് അവർക്ക് ഇത്രയും പ്രായമുള്ള സ്ത്രീയാണ്, എനിക്ക് 17 ദിവസം കൂടുതൽ വരുന്നു. അല്ല, കാശ് കൊടുത്തു കാണും, അങ്ങനെ എന്തോ കാണും. അതാണ് അവർ പറയുന്നുണ്ട്, അവരുടെ അപ്പൂപ്പൻ്റെ എങ്ങാണ്ട് പ്രോപ്പർട്ടി ഈ അമ്പലക്കാർ എടുത്തിട്ടുണ്ടെന്നാ. അങ്ങനത്തെ അവിടെയാണ് യഥാർത്ഥ വിഷയം. അതാണ് നമ്മൾ ആ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ എനിവേ ഇപ്പോൾ വന്നിട്ട് ചിന്നയെ അറസ്റ്റ് ചെയ്തു. ഈ ചിന്നയാണല്ലോ അയാൾക്കൊരു ഈ വിസിൽ ബ്ലോവർ എന്ന തരത്തിൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതാണ് മാസ്ക്. അയാളെ സംരക്ഷിക്കാൻ അതെടുത്ത് പ്രൊട്ടക്ഷൻ എടുത്ത് കളഞ്ഞു. അയാളെ അറസ്റ്റ് ചെയ്തിട്ട് ചിത്രം പുറത്തു വന്നു. ഒരു കാര്യം ഇവിടെ സമാധാനത്തോടെ പറയേണ്ടതുണ്ട്. ഇത് കേൾക്കുന്ന പ്രേക്ഷകരൊക്കെ അറിയേണ്ട കാര്യമുണ്ട്. അവർക്കൊക്കെ സ്വാഭാവികമായിട്ട് ആദ്യം തോന്നാവുന്നത് ഈ അന്വേഷണം അട്ടിമറിച്ചല്ലോ എന്നാണ്. ആകെ സന്തോഷമുള്ളത് മഹാരാഷ്ട്ര ഭരിക്കുന്ന കർണാടക ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. കർണാടക ഭരിക്കുന്നത് BJP അല്ല, കോൺഗ്രസ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പലരും ചീത്ത വിളിക്കുന്നത് BJP സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ പോലീസാണ് കേസ് അന്വേഷിച്ചത്. കോൺഗ്രസിന്റെ പോലീസാണ് ഇപ്പം ഈ ചിന്നയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ പോലീസാണ് ചിന്നയുടെ പ്രൊട്ടക്ഷൻ എടുത്ത് കളഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ പോലീസാണ് ഇപ്പോൾ ഈ സുജാത ഭട്ടിനെ വിളിച്ചിരിക്കുന്നു, അവർ പോകാതിരിക്കുന്നതും. ഇത് രസകരമായ കാര്യം, ജനം TVയിലെ ചർച്ച ഞാനത് അങ്ങോട്ട് ഇട്ടുതരാം, പിന്നീട് കണ്ടുവയ്ക്കാതെ. ഈ മനാഫ് വളരെ വികാരാധീനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു അമ്മയ്ക്ക് സ്വന്തം മകളുടെ അന്ത്യകർമ്മം നിർവഹിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ അവതാരൻ അനിൽ നമ്പ്യാർ ചോദിക്കുന്നു, ഇതിൽ ഈ സുജാത ഭട്ട് ഇപ്പോൾ എവിടെയുണ്ട്? മറുപടി, ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന്, ഞങ്ങളുടെ അണ്ടറിലാണെന്ന് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ സ്ത്രീ ഈ മൊഴി കൊടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ഇവർക്ക് പറഞ്ഞിട്ടാ? മനാഫിന് എന്താണ് ഇതിൽ താല്പര്യം? അതാണ് ആദ്യത്തെ ചോദ്യം. ഇവിടുത്തെ ഏറ്റവും പ്രധാനം 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു മാസത്തിനിടയിൽ ഈ വിവാദം ആരംഭിച്ച അന്ന് മുതൽ ഏതാണ്ട് 900ഓളം യൂട്യൂബർമാർ അവിടെ വന്നിട്ട് പോയി. 900ഓളം യൂട്യൂബർമാർ, മനാഫ് അടക്കം. കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ചൂട് പിടിച്ചത്. ദേശാഭിമാനിയിലും മാധ്യമത്തിലും മീഡിയ കൊണ്ടുമായിരുന്നു ഏറ്റവും കൂടുതൽ വാർത്ത വന്നത്. ഞാൻ 24 റിപ്പോർട്ടും ഈ വിഷയത്തിൽ ഫോളോ ചെയ്തില്ല. കർണാടകയേക്കാൾ കൂടുതൽ വാർത്ത കേരളത്തിലായിരുന്നു. അപ്പം ഈ വാർത്തയ്ക്കകത്തുള്ള ഈ യൂട്യൂബർമാരൊക്കെ ആരവിടെ കൊണ്ടുവന്നു? മനാഫിന് എന്താണ് ഇതിന് മാത്രം ഇത്ര താല്പര്യം? കേരളത്തിൽ പോലും അല്ല. മനാഫ് പറയുന്നുണ്ട്, നമുക്ക് ഇപ്പം അന്ന് ലോറ പറഞ്ഞ പോലെ ഇപ്പോൾ അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായി എന്താണ് അധികാരം. ആ ചർച്ച പറയുന്നുണ്ട്, നമുക്കിപ്പോൾ അധികാരമൊക്കെ. കർണാടക BJP അല്ല, കോൺഗ്രസ് ആണ്. ആ പോലീസ് തന്നെ പിടിച്ചിരിക്കുന്നത്. അപ്പോ ഞാൻ പറയുന്നത്, മനാഫിന്റെ താല്പര്യം എന്തായിരുന്നു? ഈ യൂട്യൂബർമാരൊക്കെ എത്തിയത് എന്ത് ഗൂഢാലോചനയുടെ ഭാഗമാണ്? ഇവരൊരു ഏതോ ഒരാളൊരു അഭിപ്രായം പറയുന്നു, ചിന്നയ്യ പറയുന്നു. അങ്ങനെ അവസാനം ചിന്നയ്യ ചുമ്മാ പറഞ്ഞാൽ ചിന്നയ്ക്ക് മനസ്സിലാവും. ചിന്നയ്യ അപ്പം ഇവിടെയാണ് അതായത് അടിപൊളി ഈ കേസ് പൊളിഞ്ഞു. അവർ 17 ഇടത്തായിട്ടാണ് കുഴിച്ചിട്ടെന്ന് അയാൾ പറഞ്ഞത്. 12 സ്ഥലത്തങ്ങാണ്ട് 13 ഇടത്ത് കുഴിച്ചു. ഒരു ബോഡിയുടെ ഒരു പുരുഷന്റെ അസ്ഥി കൂടെ പുരുഷന്റെയാണ്. അതിനൊരു അത്ഭുതമൊന്നുമില്ല. ക്ഷേത്ര പരിസര പ്രദേശം കുഴിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ ക്ഷേത്ര പരിസരം ഇവിടെയുള്ള ഏത് ഹിന്ദുവിന്റെ പുരയിടം പരിശോധിച്ചാലും ഇഷ്ടംപോലെ അസ്ഥികൂടം കിട്ടും. പരമ്പരാഗതമായി ആളുകൾ അടക്കിയിരുന്നത്. അപ്പം ഹിന്ദുവിന്റെ വേണമെന്നില്ല. ഇത് എത്ര 900 വർഷം പഴക്കമുള്ള ജൈനക്ഷേത്രമാണ്. ജീവിച്ചിരുന്ന ബുദ്ധന് മുമ്പ്, ക്രിസ്തുവിന് മുമ്പാണെന്ന് ഓർക്കണം. മഹാവീരൻ 900 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ആ ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും പരിസര പ്രദേശത്ത് 17 ഇടത്ത് മാന്തുമ്പോൾ ഒരു പുരുഷന്റെ അസ്ഥികൂടം കിട്ടിയെന്ന് പറഞ്ഞാൽ അത്ഭുതമൊന്നുമല്ല. അപ്പോൾ ഇത് അടിമുടി നുണയായിരുന്നു, ഒരു പച്ചക്കള്ളമാണ് പറഞ്ഞത്. ഇതിന്റെ പിന്നിൽ എന്ത് പ്രവർത്തിച്ചു? അതാണ് ചോദ്യം. ഈ സുജാത ഭട്ടിനെ ഈ കള്ളം പറഞ്ഞ് പഠിപ്പിച്ചവന്മാർ മണ്ടന്മാരാണ്. കാരണം CBI ഉദ്യോഗസ്ഥയായിരുന്നു പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ CBI അന്വേഷിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൽക്കട്ട ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ സ്റ്റെനോഗ്രാഫർ ഉണ്ടായിരുന്നു. ഈ സ്ത്രീ പരസ്യമായിട്ട് പറയുകയാണ്,
പിന്നെ മകൾ പഠിച്ച മണിപ്പാൽ മെഡിക്കൽ കോളേജ്, മണിപ്പാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ കോളേജാണ്. അവിടെ ഇങ്ങനെ വേറെയുള്ളൊരു കുട്ടിയുണ്ടെന്ന് അന്വേഷിച്ചാൽ ഇല്ലെന്ന് അവർ പറയില്ല. അല്ല, തീർച്ചയായും ഇത് മുഴുവൻ കള്ളമാണ്. ഇത് വെറുതെ അപ്പം അവിടെ ഞാനത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അവിടെയാണ് ഇതിൻ്റെ ഗൂഢാലോചന വ്യക്തമാവുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഈ ക്ഷേത്രം ശിവക്ഷേത്രമാണ്, പരമശിവനാണ് അവിടുത്തെ ഈ പ്രതിഷ്ഠ. പക്ഷേ ഇതിന് പൂജാരി ഒരു ബ്രാഹ്മണനാണ്. പക്ഷേ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ജൈനരാണ്. ഇതാണ് ഒരു പ്രത്യേകത. അപ്പോൾ വീരേന്ദ്ര ഹെഗ്ഡെയുടെ പിതാവ് ധർമ്മസ്ഥലയിൽ MLA ആയിരുന്നു, ആ ഭാഗത്ത് MLA ആയിരുന്നു. അയാൾ MLA ആയിരുന്നപ്പോൾ ഈ നാട്ടിൽ ഒരുപാട് വികസനം കൊണ്ടുവന്നു. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ജന്മിമാരാണ്. ഇപ്പോൾ ഈ കർണാടകയിലൊക്കെ ഇപ്പോഴും ഈ ജന്മിമാർക്ക് ഉള്ള ഒരു സ്വാധീനമുണ്ട്. അപ്പോൾ ഈ കർണാടകയിലെ ഈ പ്രദേശത്തിൻ്റെ പൂർണ്ണാധികാരം ഇവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ ധർമ്മസ്ഥലയിൽ ഒരു ഹോട്ടൽ പണിയാനോ അല്ലെങ്കിൽ ഒരു ലോഡ്ജ് പണിയാനോ അങ്ങനെ ഇതിനോടനുബന്ധിച്ച് ഈ വലിയ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാനൊന്നും മറ്റാർക്കും അവകാശം ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു മാടമ്പി ലൈനിനെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ കാർ ടാക്സിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്, പിന്നീട് ഓട്ടോയായി. അപ്പോൾ ഓട്ടോക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഇത് ഉണ്ടാക്കുന്നു. മാത്രമല്ല ധർമ്മസ്ഥല ട്രസ്റ്റ് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നു. ഭക്ഷണവും താമസവും എല്ലാം സൗജന്യമാണ്. 50,000 പേർക്ക് ഒരു ദിവസം സൗജന്യ ഭക്ഷണം കൊടുക്കും. അല്ല, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നു. ധാരാളം B.Ed കോളേജുകളെ, LLBA ഇങ്ങനെ ഒരുപാട് കൊണ്ടുവരുന്നു. അവിടേക്ക് ഒരുപാട് വലിയ ആളുണ്ടാവുന്നു. അപ്പോൾ ഈ ആളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ തലവനായി ഞാൻ മുമ്പേ സൂചിപ്പിച്ച മഹേഷ് എതിരാളി മാറും. ഹെഗ്ഡെ അവർ മാടമ്പിയാണ്, മാഫിയ തലവനല്ല. ആ സ്വത്തും ഭൂമിയും അവകാശവും എല്ലാം ഹെഗ്ഡയുടേതാണ്. ഈ മഹേഷ് അയാളുടെ പേര് തുമ്മരടി എന്നും കണ്ടാണ് അയാളുടെ പേര്. ഈ മഹേഷ് തുമ്മരടി അയാളുടെ ചരിത്രം രസം. ഇയാൾ ഇവിടുത്തുകാരനായിരുന്നു, ഈ ധർമ്മസ്ഥലക്കാരനാണ്. ചെറുപ്പത്തിൽ ഇയാൾ ബോംബെക്ക് പോയി. അവിടെ അയാൾ അത്യാവശ്യം ഗുണ്ടാ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി. ഒരു കാലത്ത് അവിടെ ഈ തന്നെ വെടിവെച്ച് എൻകൗണ്ടർ തുടങ്ങി. ആ വെടിവെയ്പ്പ് കാലത്ത് അയാൾ അവിടെ നാട് കടത്തപ്പെട്ട തിരിച്ചു പോന്നു. കാരണം ആ മാഫിയ സംഘത്തിന്റെ ഭാഗമായിരുന്നു ഈ മഹേഷ്. അങ്ങനെ തിരിച്ചു വന്നിട്ട് ഇപ്പം മംഗലാപുരം വലിയൊരു മാഫിയ കേന്ദ്രം അറിയാമല്ലോ. ഈ ബോംബെ മാഫിയ സംഘത്തിന്റെ മിനിയേച്ചർ പതിപ്പാണ് ഈ സ്വർണ്ണക്കടത്തിന്റെ ആസ്ഥാനമാണ്. തുറമുഖമുണ്ട്, വിമാനത്താവളം, ഷെട്ടിമാരാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ടീമുകൾ. ഈ മംഗലാപുരം ബേസ് ഷെട്ടിമാരാണ്. ഈ മഹേഷും ഷെട്ടിയാണ്. മഹേഷ് ഷെട്ടി തുമ്മരോട് എന്നങ്ങാണ്ട് അയാളുടെ പേര്. അപ്പോൾ ഈ മഹേഷ് ഈ ധർമ്മസ്ഥല കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഗ്രിപ്പുണ്ടാക്കി. ഈ പറഞ്ഞ ഓട്ടോക്കാരുടെ ആണെങ്കിലും ടാക്സിക്കാരുടെ ആണെങ്കിലും ഇതിനൊരു 5 കിലോമീറ്റർ അതിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യാതെ ബദൽ അധികാര കേന്ദ്രം ഇവരുണ്ടാക്കിയെടുത്തു. ഇവന്നുണ്ടാക്കി. അപ്പോൾ ഈ രണ്ടു കൂട്ടരും തമ്മിൽ ഭിന്നതയുണ്ടായിരുന്നു. കാരണം ഈ വീരേന്ദ്ര ഹെഗ്ഡെ ഒരു പരിധി വരെ മാടമ്പിയാണ്. നമ്മുടെ ബാലകൃഷ്ണപിള്ളയ്ക്ക് എപ്പോഴും ഒരു മാടമ്പി ഭാവം ഉണ്ട്. ഈ മാടമ്പി ഭാവം വീരേന്ദ്ര ഹെഗ്ഡെക്ക് ഉണ്ടായിരുന്നു. അതിന് മാത്രമല്ല ഈ ധർമ്മസ്ഥലയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അതായത് ഈ മനുഷ്യരെ ധർമ്മസ്ഥലയിൽ പോയി സത്യം ചെയ്താൽ നമുക്ക് സത്യം തെറ്റിക്കാൻ പേടിയാണ്. ആ സ്ഥലത്തെ തൊട്ടാണ് സത്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തമ്മിൽ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ധർമ്മസ്ഥലയെ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് നുണ പറയാൻ പറ്റത്തില്ല, പറഞ്ഞു പറ്റത്തുള്ളൂ. ഇത്തരം ഒരു പ്രാധാന്യം. അപ്പം ഇവിടെയുള്ള ഇത്തരം തർക്കങ്ങൾ പലതും ഈ ഹെഗ്ഡെ കുടുംബത്തിന്, അതായത് ട്രസ്റ്റി കുടുംബത്തിന് പറഞ്ഞു പരിഹരിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവർ തമ്മിലുള്ള പകയ്ക്ക് കാരണമായി. ഇതിനിടയിൽ ഓട്ടോറിക്ഷക്കാരുടെ ആയി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർ തമ്മിൽ ട്രസ്റ്റും ഇവരും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. വലിയൊരു മെഡിക്കൽ കോളേജ് അവിടെ സ്ഥാപിക്കാൻ ഇവർ തീരുമാനിക്കുന്നു. ഈ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള പ്രാഥമിക മാനേജ്മെന്റ് ഹെഗ്ഡെയുടെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം ഇവരെ ഏകദേശം പൂർത്തിയാക്കി. അപ്പോൾ ഈ വീരേന്ദ്ര ഷെട്ടിയുടെ ആളുകൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തെല്ലാം ഭൂമി വാങ്ങി, പലയിടങ്ങളിലും ഭൂമി വാങ്ങി. അപ്പം സ്വാഭാവികമായിട്ടും വലിയ വില കൊടുത്ത് വാങ്ങി. അതേ നമ്മുടെ നാട്ടിലൊരു രീതി. അപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളം തുടങ്ങുന്നതിന് മുമ്പ് കരുണാകരൻ്റെ ക്രോണീസ് അവർ മാത്രം അറിയും. ഇത് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കരുണാകരൻ ക്രോണീസ് അറിയും. എന്നിട്ട് ഈ കരുണാകരൻ ക്രോണീസ് അറിഞ്ഞിട്ട് ഈ പരിസര പ്രദേശത്തെല്ലാം ഭൂമി വാങ്ങിച്ചിടും. അതിവിടെ ഹൈവേയിലും ബൈപ്പാസിലും ഉണ്ട്, എല്ലാം അങ്ങനെ നേരത്തെ അറിയും. അതേസമയം ഇവർക്ക് ഇത് ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്നവരുണ്ട്. ഇപ്പം ഒരിടത്ത് വിമാനത്താവളം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾ പോയി പണം മേടിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഈ ഭൂമി വാങ്ങിയിട്ട് അവസാനം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഈ സ്ഥലം കൊടുക്കുന്നതെന്ന് അറിയുന്നില്ല ഇവിടെ വിമാനത്താവളം വരാൻ പോകുന്നത്. ഈ ആ സ്ഥലം കച്ചവടം എല്ലാം കഴിയുമ്പോൾ ഉദാഹരണത്തിന് എനിക്ക് നല്ല കൃത്യമായിട്ട് നമ്മുടെ അത്താണി, ഈ നെടുമ്പാശ്ശേരി, ഈ അത്താണിയിലുള്ള സ്ഥലമെല്ലാം അവർക്കില്ലാത്ത വില മേടിച്ചു എല്ലാവരും കൂട്ടത്തോടെ വിറ്റു. എല്ലാവരും ഓർത്തു അയ്യോ ഏത് പൊട്ടനാണ് ഇത്തരം വന്ന് വില കൊടുക്കുന്നതെന്ന് ഓർത്തു. യഥാർത്ഥത്തിൽ ഇവിടെ വിമാനത്താവളം വരാൻ പോകുന്നില്ല, അവിടുത്തെ അറിയുന്നില്ല.
അപ്പം പെട്ടെന്ന് വിമാനത്താവളം പ്രഖ്യാപിച്ചു. ഈ വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് പരിസര പ്രദേശത്തെല്ലാം സ്ഥലങ്ങളെല്ലാം ഈ കരുണാകരൻ്റെ ക്രോണീസിൻ്റെ കയ്യിലായി. അപ്പോൾ അവിടെയാണ് വലിയ ഹോട്ടലുകളും എല്ലാ സംവിധാനങ്ങളും വന്നത്. അത് വലിയ അവരുടെ ഇതേപോലെ തന്നെ ഇവിടെ മെഡിക്കൽ കോളേജ് വരുന്നു എന്ന് തീരുമാനമായി. ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസര പ്രദേശത്തെല്ലാം ഈ മറ്റേ വിഭാഗത്തിൻ്റെ എതിരാളികളുടെ മഹേഷിൻ്റെ ആൾക്കാർ സ്ഥലം വാങ്ങിക്കൂട്ടി. പക്ഷേ ഇവർ മെഡിക്കൽ കോളേജ് ഡ്രോപ്പ് ചെയ്തു. പണിവാളി ഇതോടെ ശത്രുതയായി, ശത്രുത മൂപ്പിച്ചു. അപ്പം ഈ വലിയ ശത്രുത ഇയാൾ സംഘപരിവാർ ബന്ധമുള്ള ആളാണ്. അപ്പം അയാളാണ് വാസ്തവത്തിൽ ഇവിടെ ഇങ്ങനൊരു കഥ മെനയാനായിട്ടും പുറകിൽ നിന്നതും ഈ വിഷയങ്ങൾ ഉണ്ടാക്കിയതും ഈ ആക്ഷൻ കമ്മിറ്റി ചെയർമാനൊക്കെ ആയി വന്നതൊക്കെ അയാളാണ്. അപ്പോൾ അയാളുടെ ഈ ക്ഷേത്രത്തിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന ഒരു വിഷയമാണ് ഇത്രയും വഷളായതും ഈ തരത്തിൽ ചർച്ച കാണാതാവുക എന്ന് പറഞ്ഞ് നടത്തി ഇത്തരത്തിലുള്ള ഈ പ്രചരണം നടത്തുക എന്നുള്ളത് വളരെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ. പണ്ട് പിന്നെ ബേബി ജോണിൻ്റെ പേരിൽ അങ്ങനെ ഒരു വിഷയം വന്നില്ല, ചവറ സരസൻ്റെ കേസിൽ. ഈ ചവറ സരസൻ അവിടുത്തെ IRL ഒരു ജീവനക്കാരായിരുന്നു, ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. ബേബി ജോണിൻ്റെ അവരെ പാർട്ടിയുടെ ഒരു പ്രസ്ഥാനക്കാരനായിരുന്നു. അവരുടെ തെറ്റി ഇയാളെ കൊന്നു എന്ന് അവസാനം ബേബി ജോണിൻ്റെ ഒരു കൊലപാതകം എന്നുള്ള പേര് വന്നില്ലേ, നടൻ മധുവിന്റെ പേരിലുണ്ടായിരുന്നു. മധുവിന്റെ പേര് വന്നു. മധുവിന്റെ ഉമാ സ്റ്റുഡിയോയിലെ ജീവനക്കാരൻ അതെ, അവൻ കോഴിക്കോട്ടെ ഏതോ ഹോട്ടലിൽ ജോലിക്കുന്നവനെ പൊക്കി കൊണ്ടുവന്നു. ഈ സരസൻ, ചവറയിലെ സരസനെ കൊല്ലുന്നത് കണ്ടു എന്നൊരാളോ പറഞ്ഞു. കടലിൽ കൊണ്ട് ബേബി ജോണിൻ്റെ ഫിഷിംഗ് കമ്പനി കൊള്ളവനെ കൊണ്ട് വെട്ടിമുറിച്ച് കടലിട്ടു എന്നൊക്കെ പറഞ്ഞ് കണ്ടവർ കേട്ടവരൊക്കെ ഉണ്ട്. അവസാനം ചവറ സരസ തിരിച്ചു വന്നു. പക്ഷേ 82-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ ബേബി ജോൺ വളരെ ചുരുങ്ങിയ വോട്ടാണ് ജയിച്ചത്. ആയിരക്കണക്കിന് വോട്ടിന് ഭൂരിപക്ഷത്തിന് ചവറയിൽ ജയിക്കുന്ന ബേബി ജോൺ അന്ന് തുച്ഛമായ വോട്ടാണ് ജയിച്ചത്. അതിനുശേഷം അയാൾ തിരിച്ചു വന്നു, സരസ തിരിച്ചു വരുന്നു അപ്രതീക്ഷിതമായി. സ്ഥിരം പരിപാടിയാണിത്. അല്ല, ഇത് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കൊലപാതകമല്ല, 100-ലധികം പേരെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊന്നുവന്ന തരത്തിൽ പ്രചരണം നടത്തുക. മനാവ് കണക്കിനെ പറയുന്നുണ്ട്, 400-500 കൃത്യമായ കണക്കിനെ പറയുന്നുണ്ട്. ഇത്രയും പേരെ കൊന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഞെട്ടി ഒരു ചെറിയ ലൊക്കാലിറ്റിക്കകത്ത് ഇത്രയും പേരെ അങ്ങനെ കൊല്ലുമെന്നുള്ളത് അത് വലിയ അന്താരാഷ്ട്ര വാർത്തയായി. ഞാൻ ഈ വാർത്ത എനിക്ക് സങ്കടം എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യകാലത്ത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല, മാറ്റിവെച്ചു. പിന്നീട് ഈ ഹെഗ്ഡെ ഫാമിലി, അതായത് ഈ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റിൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നെ ഒരാൾ ബന്ധപ്പെടുകയാണ്. അങ്ങനെ വിളിച്ചു. എന്നെ ബന്ധപ്പെട്ടിട്ട് ഞാനിങ്ങനെ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവർ കഷ്ടിവിട്ടിയുള്ള മലയാളത്തിൽ പറഞ്ഞു, ഈ കേരളത്തിലെ പത്രങ്ങളെല്ലാം തെറ്റായ വാർത്തയാണ് വരുന്നത്, അതിൻ്റെ വാസ്തവം ഒന്ന് അന്വേഷിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഈ വിളിച്ച ആളുടെ നമ്പർ എടുത്ത്, കാരണം ഒരു ദിവസം 150 കോളിലാണ് വരുന്നത്. എനിക്ക് വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ എൻ്റെ വാട്സാപ്പിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് വരുന്ന വാട്സാപ്പിലെ പിന്നീടൊന്നും തിരിച്ചെത്താം. അന്ന് ഞാൻ എവിടെയെങ്കിലും പരിചയമുള്ളിടത്ത് വെച്ചില്ലെങ്കിൽ കണ്ടെത്താൻ പ്രയാസം. കാരണം വെച്ചാൽ ഒരു ദിവസം 1000 മെസ്സേജ് വരുക. നമ്മുടെ ഫോൺ വരുന്നല്ലേ, എത്രയോ ഫോൺ. ആ മെസ്സേജ് എങ്ങനെ കണ്ടെത്തും? അപ്പോൾ എന്തായാലും ഞാൻ ആ വിഷയം ഇത്രയും വൈകിപ്പോയി. ആ വിഷയം നന്നായി ചെയ്യണം. ഞാനും കരുതിയിരുന്നു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണം. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയൊരു സംശയം ഉണ്ടായിരുന്നു, ഇത്രയും ഗൗരവമേറിയൊരു വിഷയം വന്നിട്ട് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ആക്ഷൻ ഉണ്ടാവുന്നില്ല. 100 പേരിലധികം പേരെ കൊന്നു കളയുന്നു പറഞ്ഞ് നിസ്സാര കാര്യമാണ്, വലിയ കൂട്ടക്കൊലപാതകം. മനോഹർ ഉദാഹരണം ചൂണ്ടിക്കാണുന്നത് ഈ ചർച്ചയിൽ. ഞാൻ മനോഹർ പറയുന്നുണ്ട്, ഇപ്പോൾ ഗുരുവായൂരൊരു സംഭവം ഇങ്ങനെ ഉണ്ടായാൽ അത് ഗുരുവായൂർ അമ്പലം എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റുമോ? അതുപോലെയാണ് ഇതൊരു ധർമ്മസ്ഥലം എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ്, അവിടെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ അതിനെ ഭയങ്കര ന്യായീകരിക്കുന്നുണ്ട്. ഈ വളരെ വിചിത്രമായ രീതിയിൽ പുള്ളി ചർച്ച നടത്തുന്നുണ്ട്. എന്തായാലും ഇതൊരു ഗൂഢാലോചനയാണെന്ന് ഇപ്പോൾ ഏകദേശം വ്യക്തമായി. ഈ ഗൂഢാലോചന പൂർണ്ണമായും ഞാൻ പറഞ്ഞ അവർ സ്വത്ത് തർക്കമായിരുന്നു. ഇവിടെ ഇതിന് ഇത്തരം പ്രാധാന്യം, ഈ കർണാടകയേക്കാൾ കൂടുതൽ വാർത്താ പ്രാധാന്യം ഇവിടെ വന്നു. അതെപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ദേശാഭിമാനി ധർമ്മസ്ഥല കൂട്ടക്കൊല എന്ന് പറഞ്ഞൊരു സ്ലഗ് ലൈൻ വെച്ചിട്ടായിരുന്നു അടിച്ചുകൊണ്ടേയിരുന്നത്. എല്ലാ ദിവസവും ദേശാഭിമാനി വാർത്തയുണ്ടായിരുന്നു. എൻ്റെ ചോദ്യം, ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഷയത്തിൽ ദേശാഭിമാനി കാണിക്കുന്ന ഈ ശുഷ്കാന്തി അവരെ ഒരു മറ്റേതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും കാണിക്കില്ല. അത് തന്നെയാണ് എൻ്റെ അടിസ്ഥാന കാരണം. ഈ ഇത്രയും കേരളത്തിലെ പല മാധ്യമങ്ങളും ഇതിൻ്റെ പുറകെ കിടക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഒരു ആൻറ്റി ഹിന്ദു ഒരു മൂവ്മെൻറ്റ് എവിടെയെങ്കിലും ഉണ്ടായാൽ അതിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത് സത്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ഈ ഇടക്കാലത്ത് ഈ പോട്ട ഇല്ലേ, നമ്മുടെ ധ്യാനകേന്ദ്രം, ഈ പോട്ട ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചത് ഉണ്ടായിരുന്നു. അനേകം പേരെ അവിടെ കൊന്നു കുഴിച്ചു വിടുന്നു, വലിയ വാർത്ത. ചില ആളുകളൊക്കെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ഞാനും കേട്ടിട്ട് ഭയങ്കര സംഭവമാണല്ലോ. അപ്പം ഞാൻ അന്വേഷിച്ചു. ഭാഗികമായി ശരിയാ, ടെക്നിക്കലി ശരിയാ, ഇത് കൊല്ലുന്നില്ല, കുഴിച്ചു വിടുന്നു. മരിക്കാറായ മനുഷ്യർ, രോഗികളായ മനുഷ്യരാണ് അവിടെ രക്ഷപ്പെടുമെന്ന് കരുതി വരുന്നത്. അവിടെ വരുന്ന ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. മരിക്കുമ്പോൾ ആ മരണമെല്ലാം പോലീസ് സ്റ്റേഷൻ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് അവിടെ തന്നെ അടക്കം പലരും അവിടെ അടക്കിയിട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഓർത്തിത് കേട്ടപ്പം
ഇപ്പം ഈ ജീവൻ ഉപേക്ഷിക്കാൻ വേണ്ടി ആളുകൾ കാശിക്ക് പോകുമല്ലോ. അതെ, പണ്ട് അങ്ങനെയായിരുന്നല്ലേ രീതി. ഇപ്പം ഗംഗയിലൊക്കെ മനുഷ്യർ വെള്ളത്തിലേക്ക് ഇറങ്ങി മരിക്കുന്ന ഒരു ജലസമാധി ജലസമാധി. ഇത്തരത്തിൽ ഒരുപക്ഷെ ധർമ്മസ്ഥലയിലേക്ക് മോക്ഷം തേടി പോകുന്ന മനുഷ്യരാവാം, അവരുടെ അസ്ഥികൂടങ്ങളായിരിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അതുപോലുമില്ല. കാരണം ധർമ്മസ്ഥലി അത്തരത്തിലൊരു കേന്ദ്രമല്ല, ധർമ്മസ്ഥലി മോക്ഷം തേടി പോകുന്ന സ്ഥലമല്ല എന്ന് ബോധ്യമായതോടുകൂടി അതുമില്ലാതെ അപ്പം ഈ യൂട്യൂബർമാരെല്ലാം കൂടെ അവിടെ പ്രവഹിച്ചതും അവരെല്ലാം കൂടി ചട്ടം കൂടിയതും അവരെല്ലാം കൂടി ഇത് ഭാഗത്ത് സംഭവമാക്കിയതും ദേശാഭിമാനിയും മീഡിയ വണ്ണും മറ്റേ മാധ്യമവും ഇതിൻ്റെ പിറകെ നടന്നതും ആണ് വാസ്തവത്തിൽ ഇതിൻ്റെ ദുരൂഹത വർദ്ധിപ്പിച്ചത്. അപ്പം ഇത് ചെയ്യാത്തവരൊക്കെ സംഖ്യകൾ, യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കിയവർ സംഖ്യകളാണ് എന്നാരും മനസ്സിലാക്കുന്നില്ല. ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ആ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ പറയുന്ന ഞാനീ പറഞ്ഞ ഷെട്ടി സംഖ്യയാണ്. എല്ലാവരും മനാഫിനാണ് ഇവിടെ കാണുന്നത്. എല്ലാം മനാഫിനാണ്. കേരളത്തിൽ മനാഫ് അതിൻ്റെ മുഖമായി മാറിയത് മാത്രം. എനിക്കത് സുജാത ഭട്ടിൻ്റെ ആക്ഷൻ കമ്മിറ്റിയിൽ മനാഫുണ്ട്. അപ്പം എന്തായാലും മനാഫും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. കാരണം വലിയ, അതായത് ഇത് ഒരു ക്ഷേത്രത്തെയും ഒരു ജനതയെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വലിയ ഭിന്നത ഉണ്ടാക്കപ്പെടുന്ന വലിയ വിഷയമാണ്. ഇത്രയും ഭൂമി മേടിക്കാൻ എത്ര ലക്ഷം രൂപയായി കാണും? രൂപ പോട്ടെ, നമ്മുടെ എല്ലാം വേസ്റ്റ് ആണല്ലോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ള ഒരാൾ CPM സ്വന്തം ആളാണ്. ഞാൻ ആലോചിക്കുക, CPM-നുമായിട്ട് വളരെ മുഖ്യമന്ത്രി ഓഫീസുമായിട്ട് വളരെ അടുപ്പുള്ള ഒരാളാണ്. അയാളുടെ ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുത്തു. വാടകക്കാർ ഒഴിയുന്നില്ല. അവരോട് ഒഴിയണം പറഞ്ഞ് ഇയാൾ ബഹളം വെച്ചു. അവർ കോടതിയിൽ പോയി, ഇവരെന്നെ ഭീഷണിപ്പെടുത്തുന്നു, മുഖ്യമന്ത്രി ഓഫീസുകാർ വന്നത്. അവിടെ കോടതി 2 പോലീസുകാരെ ഡ്യൂട്ടിക്ക് വെക്കാൻ പറ്റും ഇവർക്ക് സുരക്ഷ ഏർപ്പെടുത്താൻ. ഇപ്പോൾ എന്നാ ചെയ്യുന്നറിയോ, ഡ്യൂട്ടി ടേൺ ഇട്ടിട്ട് പോലീസുകാർ. അതാണ് ഇവിടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് പണം ചെലവഴിക്കുന്ന കാര്യത്തൊന്നും നമ്മൾ ഗവനിക്കേണ്ട കാര്യമില്ല. സർക്കാരിൻ്റെ പണത്തിനൊന്നും വിലയൊന്നുമില്ല. പിണറായി വിജയൻ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? ഇപ്പം ഈ അടുത്ത കാലത്ത് എന്തോ ചെയ്തായിരുന്നല്ലോ, വാരിക്കോരി കൊടുക്കുന്നില്ലേ, എല്ലാവരുടെയും ശമ്പളം കൊടുക്കുന്നു. ബെബ്കോ ഒക്കെ ജീവനക്കാരുടെ ബോണസ് 1,02,000 ആലോചിച്ചു. എന്നാ പിന്നെ അത്രയും കള്ളിച്ചിരി പാവങ്ങൾക്ക് കൊടുക്കുന്നതിന് വില കുറച്ച് കൊടുക്കത്തില്ലേ? അത് കൂട്ടേ ഉള്ളൂ, വില കൂട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഗവനിക്കേണ്ട കാര്യമില്ല. പക്ഷേ മനാഫ് പോലും അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഉറപ്പില്ലാത്ത ഒരു സംഭവത്തിന്റെ പുറകെ പോയി ബഹളം വയ്ക്കും. മാത്രമല്ല കേന്ദ്ര ഏജൻസി ഇത് അന്വേഷിക്കണം. കാരണം ഇതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ദുരൂഹതകൾ കാണും. കാരണം ഇങ്ങനത്തെ ഒരു സംഘടിതമാണല്ലോ. 2 ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കാൻ തന്നെ രൂപീകരിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ ധർമ്മസ്ഥല എവിടെയാണെന്ന് പലർക്കും അറിയില്ല കേട്ടോ. കേരളത്തിൽ നിന്ന് വലിയ അധിക ദൂരം അല്ല. കർണാടകത്തിൽ ദക്ഷിണ കന്നഡ ജില്ലയിലാണ്. അതുപോലെ ബെൽത്തങ്ങാടി, ഈ പണ്ട് മുതൽ ഈ ബെൽത്തങ്ങാടി വളരെ പ്രസിദ്ധമാണ്. ഈ നമ്മുടെ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തുള്ള ആളുകളൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നു. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബെൽത്തങ്ങാടി. ഈ ബെൽത്തങ്ങാടിയാണ്, ബെൽത്തങ്ങാടിക്ക് അടുത്താണ് ധർമ്മസ്ഥല. അവിടെ ഒരു 1973 ഒരു ബാഹുബലിയുടെ 37 അടി പൊക്കമുള്ള, പിന്നെ 13 അടി പീഠത്തിന് പൊക്കമുള്ള ഒരു ബാഹുബലിയുടെ പ്രതിമയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മറ്റേ 10-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച മറ്റൊരു പ്രതിമയുണ്ട്, അറിയാമല്ലോ. അത് ഹസൻ ജില്ലയിലാണ്. അത് 57 അടി എങ്ങാണ്ടാണ് അതിന് പൊക്കം. അതിൻ്റെ ഒരു മിനിയേച്ചറാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ക്ഷേത്ര നഗരിയാണ്. എന്തായാലും വളരെ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഈ ധർമ്മസ്ഥലയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞ ഇതാണ്. ഈ സംഭവമൊക്കെ കെട്ടുകഥയായിരുന്നു. കുറച്ചു കാലം ഇങ്ങനെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് തൽപരകക്ഷികളെ മാധ്യമങ്ങൾക്ക് ഇതിലൊരു രസം ഉണ്ടായതുകൊണ്ട് പറഞ്ഞു. എന്തായാലും ആ കംപ്ലീറ്റ് കഥ കീഴ്മേൽ പറഞ്ഞിരിക്കുന്നു. കംപ്ലീറ്റ് ദുരൂഹത മാറിയിരിക്കുന്നു. ഇതിൽ ഖേദം പ്രകടിപ്പിക്കാൻ പോലും ആരും തയ്യാറാവില്ല. അല്ല, അത് അങ്ങനെ രീതിയിൽ നമുക്കില്ല. ഖേദം പ്രകടിപ്പിച്ച നാണക്കേടാന്നുള്ള കരുതുന്നത്. ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിച്ച് ആരെങ്കിലും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? എന്തായാലും ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ധർമ്മസ്ഥലയെക്കുറിച്ച് എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്ന് ചോദിച്ച ആളുകൾക്കുള്ള ഉത്തരമാണ്. ഇതാണ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും. നന്ദി, നമസ്കാരം.